വി എസ് ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ സഖാക്കളുടെ സഖാവ് വി എസിൻ്റെ വഴികാട്ടി ഗുരു എന്ന് വിളിച്ചിരുന്ന പി കൃഷ്ണപിള്ളയുടെ സ്മാരകത്തിൽ വി എസ് അന്ത്യനിദ്രയിലാണ്, അനക്കമറ്റ നിദ്രയിലാണ്. പുറത്ത് പേമാരി പെരുമഴയാണ്. ആ മഴയെ വയ്ക്കാതെ അനേകായിരങ്ങൾ വി എസിനെ നെഞ്ചോട് ചേർത്ത വി എസിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അനേകായിരങ്ങൾ അവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വി എസിൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ അവിടെയുമുണ്ട് അനേകായിരങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ. കേരളം കണ്ടതാണ് വി എസ് എന്ന സമര സഖാവിനെ, എന്ന സമരയോദ്ധാവിനെ, ഒരുപക്ഷെ കേരളത്തിൻ്റെ മുന്നണി പോരാളിയായ സർവ്വസൈന്യാധിപനെ കണ്ടതാണ് പല മേഖലകളിൽ. അത് അങ്ങ് മതികെട്ടാൻ മലയിലും എൻമകജയിലും അടക്കം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കൊപ്പം പരിസ്ഥിതിയെ കീറി മുറിക്കുന്ന അവർക്കെതിരെ, അനീതികൾക്കെതിരെ പടവാളോങ്ങി നിന്ന വി എസിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് ആലപ്പുഴയുടെ ചുവന്ന മണ്ണ്. വിപ്ലവത്തിൻ്റെ പുന്നപ്ര വയലാറിൻ്റെ മണ്ണിൻ്റെ ധീരപുത്രന്മാർ ഇപ്പോൾ കേരളത്തിൽ നിന്ന്, പല മേഖലകളിൽ നിന്ന്, പാലക്കാട്ടിൽ നിന്നും, കോട്ടയത്തു നിന്നും, ഇടുക്കിയിൽ നിന്നും, തൃശ്ശൂരിൽ നിന്നും എത്തിയ അനേകായിരം സഖാക്കൾ, നെഞ്ചോട് ചേർത്ത ചങ്കാണ് ചങ്കിടിപ്പാണ് വി എസ് എന്ന് പറഞ്ഞവർ ഉറക്കെ ഉറക്കെ അത്യുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന അനേകായിരം സഖാക്കളാണ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, വേലിക്കകത്തെ വീട്ടിൽ അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെ എത്തിച്ചേർന്ന ആ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരാണ് ഈ വി എസ് തന്നിട്ട് പോയ കരുത്ത്. വി എസിൻ്റെ രാഷ്ട്രീയ ഒസ്യത്ത് എന്ന് പറയുന്നത് ഈ പിന്നാലെ വന്നവരാണ്. ഏത് വെല്ലുവിളികളെ നേരിടാൻ കരുത്ത് നൽകിയ വി എസ് നൽകിയ കരുത്തിൻ്റെ പിൻബലത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ആ പ്രസ്ഥാനത്തിൻ്റെ അനേകായിരം സാരഥികൾ, അനേകായിരം സേനാനികൾ, അവർ തന്നെയാണ് വി എസ് അവശേഷിപ്പിച്ചു പോകുന്നത്. ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നുണ്ട് ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്ന്. സാലി, ഒരുപക്ഷെ നിയന്ത്രിക്കാൻ കഴിയാവുന്നതല്ല ആ ജനസഞ്ചയം. വീണ്ടും വീണ്ടും ആർത്തലച്ചെത്തുകയാണ് വലിയൊരു ജനസഞ്ചയം, വലിയ പുരുഷാരം. വി എസിനെ വിട്ടുകൊടുക്കാനാകുന്നില്ല. വി എസിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ആ ജനസഞ്ചയം ഒരു മഴയെയും വകവയ്ക്കാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? ഇനി എത്ര സമയം വി എസ് പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ ഉണ്ടാകും? എത്ര മണിക്കാണ്? ഒരുപക്ഷെ പറയാൻ കഴിയുന്നതല്ല. പാർട്ടി എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? എപ്പോഴേക്കാണ് ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുക? ഒരു അരമണിക്കൂറിനും 1 മണിക്കൂറിനും ഇടയ്ക്കുള്ള ഒരു സമയം ഇവിടെ പൊതുദർശനം എന്നതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം ജനസഞ്ചയം ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. പാർട്ടി ലീഡർഷിപ്പിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച്, ക്രമീകരണങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വികാര നിർഭരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തിന്റെ, പാർട്ടി അണികളുടെ ഒക്കെ താല്പര്യങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് ഈ മൃതദേഹങ്ങൾ എടുക്കാനോ ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം 10,000 ഇപ്പോഴും ഇവിടെ റോഡിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു വരിയായി മാത്രമേ ഇവിടേക്ക്, ഈ കെട്ടിടത്തിനുള്ളിലേക്ക്, ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് കടത്തിവിടാൻ കഴിയൂ. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഇവിടെ പൊതുദർശനം തുടരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ പരമാവധി വേഗതയിൽ അത് പൂർത്തീകരിക്കുക എന്നതാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ റെഡ് വോളണ്ടിയർമാർക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. വേഗതയിൽ പൂർത്തീകരിക്കുക, തുടർന്ന് റിക്രിയേഷൻ ക്ലബിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ക്രമീകരണം. പക്ഷേ ആ ക്രമീകരണങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ കഴിയുമോ എന്ന് ഇവിടുത്തെ ജനസഞ്ചയം കണ്ടാൽ നമുക്ക് സംശയമാണ്. പെരുമഴയും കൂട്ടാതെ ആയിരങ്ങളാണ് ഇവിടുത്തെ അടിച്ചുകൂടി നിൽക്കുന്നത്. ഇപ്പോഴും വലിയ മഴയാണ്. ആ മഴയിൽ അവഗണിച്ചുകൊണ്ട് ങ്ങൾ ഇവിടെയുണ്ട്. അത് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ ഇവിടെ ആലപ്പുഴ വരെ. ഇന്നലെ തിരുവനന്തപുരത്തും കൊല്ലത്തും മറ്റും കാണാൻ കഴിയാത്ത ആളുകൾ വടക്കോട്ടുള്ള ജില്ലകളിലെ മുഴുവൻ പ്രവർത്തകരും ഏതാണ്ട് ഇവിടെ ഈ ആലപ്പുഴയിൽ വിവിധ ഇടങ്ങളിലായി സംഘടിച്ചിരിക്കുന്നു. അവർക്കൊക്കെ കാണാൻ അവസരം ഒരുക്കുക, അവർക്കൊക്കെ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസരം നൽകുക, സമയം അനുവദിക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമായ കാര്യമല്ല. കാരണം അത്രമേൽ ജനസഞ്ചയം എല്ലായിടത്തും വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയുണ്ട്. അത് കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിക്കുന്നതാണ് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോ വികാര നിർഭരമായ യാത്രയപ്പാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം മുൻകൈയെടുത്ത് സഖാവ് വി എസിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ജില്ലയിലെ, സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടി ലീഡർഷിപ്പും ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരും ഇവിടെയുണ്ട്. ജില്ലയിലെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനും ഈ പാർട്ടി ഇത്രയും വലിയ ബഹുജനാടിത്തറയുള്ള പാർട്ടിയാക്കി
ജില്ലയിലും സംസ്ഥാനത്താകെയും മാറ്റം വരുത്തുന്നതിൽ, മാറ്റിയെടുക്കുന്നതിൽ, വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച VS-ന് പാർട്ടി അവസാനമായി ഇവിടെ യാത്രയയപ്പ് നൽകുന്നു. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാരെല്ലാവരും ഇവിടെയുണ്ട്. ഇത് പി കൃഷ്ണപിള്ളയുടെ പേരുള്ള സ്മാരക മന്ദിരമാണ്. ഏതായാലും ഒരുപക്ഷെ തടുത്ത് നിർത്താൻ കഴിയാവുന്നതല്ല അവിടെ എത്തുന്ന അർത്ഥലച്ചെത്തുന്ന ആ ജനസഞ്ചയത്തിൻ്റെ ആവേശം. അവർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയുന്നതല്ല VS. കണ്ടവർക്ക് വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കാൻ, കാണാത്തവർക്ക് വീണ്ടും വീണ്ടും കാണാൻ അത്രയധികം വിസ്മയിപ്പിക്കുന്ന ഉജ്ജ്വല വ്യക്തിത്വം. ജീവിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ജീവിക്കണമെന്നും മരിക്കുന്നുവെങ്കിൽ ഇങ്ങനെ മരിക്കണമെന്നും ഒരുപക്ഷെ പറഞ്ഞു പോകേണ്ടി വരുന്ന സാഹചര്യം. VS, നിങ്ങൾ എത്ര വിശുദ്ധനായിരുന്നു. VS, നിങ്ങൾ എത്ര മഹാനായിരുന്നു. VS, നിങ്ങളെത്ര മഹാനായ വിപ്ലവകാരിയായിരുന്നു. VS, നിങ്ങളെ എങ്ങനെയാണ് ഈ കേരളത്തിലെ ഓരോ പിഞ്ചുകുഞ്ഞും നെഞ്ചേറ്റുന്നതെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. VS, നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ട് പോയത് ഒരു മനോഹരമായ പ്രസ്ഥാനമാണ്. ഏതനീതികളെയും നേരിടാൻ കരുത്തുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ കരുത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, നിങ്ങൾ തുടർച്ചയുള്ള കമ്മ്യൂണിസ്റ്റ് ആണെന്നും അനേകായിരം കമ്മ്യൂണിസ്റ്റുകളെ, അനേകായിരം സമരസേനാനികളെ തന്നിട്ടാണ് പോകുന്നതെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ മരണം പോലും വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റിയ മഹാനായ വിപ്ലവകാരിയാണ്. ലോകത്തിലെ ഏറ്റവും തലമുതിർന്ന, ലോകത്തുനിന്ന് ജീവിച്ചിരുന്ന ഏറ്റവും പ്രായമുള്ള മഹാനായ കമ്മ്യൂണിസ്റ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് 102-ാം വയസ്സിൽ നിങ്ങൾ വിട പറഞ്ഞു പോകുമ്പോൾ VS, നിങ്ങൾ വിട പറയുകയല്ല. അനേകായിരം മനുഷ്യരുടെ മനസ്സുകളിൽ, അവരുടെ ഇടനെഞ്ചുകളിൽ ഇങ്ങനെ ഒരു റോസാപ്പൂ പോലെ ചുവന്ന് തന്നെ നിൽക്കുകയാണ്, ചുവന്ന താരകമായി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 അക്ഷരം കൊണ്ട് ആകാശത്തെ ചുവപ്പിച്ച VS, നിങ്ങൾ എങ്ങനെ പോകേണ്ടയാളല്ല. നിങ്ങൾ ഞങ്ങളിലൂടെ തന്നെ ജീവിക്കുകയാണെന്ന് അവർ ഇങ്ങനെ ഉറക്കെ പറയുകയാണ്. കണ്ണേ കരളെ VS എന്ന് ഉറക്കെ പറയുമ്പോൾ ആ കണ്ണും കരളും, ആ കണ്ണാണ് നിങ്ങൾ, കരളാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറും പറച്ചിലല്ല. ഓരോ മലയാളിയും, 3.5 കോടി മലയാളിയും നെഞ്ചേറ്റുന്ന പറച്ചിലാണ് അത്. 10 വയസ്സുകാരനും 5 വയസ്സുകാരനും ഏത് തോരാമഴയത്തും പാതയോരത്തും ഏതിരുട്ടിലും ഏത് പാതിരാത്രിയിലും വന്ന് മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ VS, നിങ്ങൾ വിശ്വവിജയിയാണെന്ന് പറയേണ്ടി വരുന്നു. ഒരു മൃത്യുവിനും തോൽപ്പിക്കാൻ കഴിയാത്ത മഹാവിസ്മയമാണ് VS. നിങ്ങൾ പുന്നപ്ര വയലാറിൻ്റെ സമരനായകനായി, നിങ്ങൾ കേരളത്തിൻ്റെ പിന്നീടുള്ള എല്ലാ വിപ്ലവ പോരാട്ടങ്ങൾക്കും നടുനായകത്വം നൽകിയ, നേതൃസ്ഥാനം നൽകിയ ആ മഹാൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പുന്നപ്ര വയലാറിൻ്റെ രക്തസാക്ഷികൾ, PK ചന്ദ്രാനന്ദൻ അടക്കമുള്ളവർ, കൊലമരം ദാമോദരൻ അടക്കമുള്ളവർ, അങ്ങനെ TV തോമസ് അടക്കമുള്ളവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. സമരസഖാക്കൾ, നിങ്ങളെല്ലാം ചേർന്ന് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം, ഈ നാടിനെ ഇന്നത്തെ നാടാക്കി മാറ്റിയ VS, നിങ്ങൾക്ക് വിരോചിതമായ അന്ത്യാഭിവാദ്യം തന്നെയാണ് ആലപ്പുഴയുടെ മണ്ണ് നൽകിക്കൊണ്ടിരിക്കുന്നത്.